സാൻ ഡീഗോയിലേക്കുള്ള യാത്രാമധ്യേ ബെക്കി 6 മാസം ഗർഭിണിയാണെന്നും മാതാപിതാക്കൾ അത് അത്ര കാര്യമായി എടുക്കുന്നില്ലെന്നും കാലം സഹോദരി ബെക്കിയും വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പെട്ടെന്ന് അവൾക്ക് അസുഖം വരാൻ തുടങ്ങിയപ്പോൾ ബെക്കി അവരുടെ തീരുമാനത്തെ സംശയിക്കുന്നു. അതിനാൽ കാൽ അവളെ ഛർദ്ദിക്കാൻ അനുവദിക്കാൻ ഒരു പള്ളിയുടെ അടുത്തേക്ക് വണ്ടിയോടിക്കുന്നു. അവർ പോകാൻ തുടങ്ങുമ്പോൾ ഉയരമുള്ള പുല്ലിൽ സഹായത്തിനായി നിലവിളിക്കുന്ന ഒരു ആൺകുട്ടിയുടെ ശബ്ദം താൻ കേട്ടതായി ബെക്കി പറയുന്നു. പള്ളിയുടെ അരികിൽ കാർ പാർക്ക് ചെയ്യാൻ കാൽ തീരുമാനിക്കുന്നു. സഹോദരങ്ങൾ തിരികെ സംസാരിക്കുന്നു. ആൺകുട്ടി ദിവസങ്ങളോളം പുല്ലിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ആ നിമിഷം റോഡരികിൽ ഒരു പുസ്തകം കാണുന്നു. പുല്ലിൽ ഒരു സ്ത്രീ ആൺകുട്ടിയോട് നിലവിളി നിർത്താൻ പറയുന്നതും കേൾക്കുന്നു. ശബ്ദത്തിന്റെ ശബ്ദമനുസരിച്ച് കാൽ ആൺകുട്ടി റോഡിനടുത്താണെന്ന് അനുമാനിക്കുന്നു. സഹായിക്കാൻ പുല്ലിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. 911 എന്ന നമ്പറിൽ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ബെക്കി അവനെ പിന്തുടരുന്നു. പക്ഷേ കൂടുതൽ ആഴത്തിലേക്ക് പോകുമ്പോൾ അവൾക്ക് സ്വീകരണം നഷ്ടപ്പെടുന്നു. അവൾ ഫോൺ താഴെ വെക്കുമ്പോൾ കാലിനെ പുൽമേട്ടിൽ നഷ്ടപ്പെട്ടതായി ബെക്കി മനസ്സിലാക്കുന്നു. അവൾ തന്റെ സഹോദരനെ കണ്ടെത്താൻ ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. എന്തോ ശരിയല്ലെന്ന് തോന്നുന്നതിനാൽ കാറിലേക്ക് തിരികെ പോകാൻ നിർദ്ദേശിക്കുന്നു. ആദ്യം അവർ വീണ്ടും ഒന്നിക്കേണ്ടതുണ്ട്. അതിനാൽ ബെക്കി ഉച്ചത്തിൽ ഒരു പഴയ വികൃതിയായ പ്രാസം ചൊല്ലുന്നു. പക്ഷേ ഇത് കാലിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ആദ്യം അവളുടെ ശബ്ദം അവന്റെ വലതുവശത്ത് നിന്നാണ് വരുന്നത്. തുടർന്ന് പെട്ടെന്ന് അവളുടെ ശബ്ദം അവന്റെ ഇടതുവശത്ത് നിന്നാണ് വരുന്നത്. അടുത്തതായി പരസ്പരം എവിടെയാണെന്ന് കണ്ടെത്താൻ അവർ ചാടാൻ സമ്മതിക്കുന്നു. ആദ്യ ചാട്ടത്തിൽ അവർ പരസ്പരം കാണുന്നു. പക്ഷേ രണ്ടാമത്തെ ചാട്ടത്തിൽ അവർ നടന്നില്ലെങ്കിലും പെട്ടെന്ന് വളരെ അകലെയാണ്. ചാടിയ ശേഷം ബെക്കി ചെളിയിലേക്ക് വീഴുന്നു. പരിഭ്രാന്തനായ കാൽ സഹായിക്കാൻ അവളുടെ അടുത്തേക്ക് ഓടാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ ചെളിയിൽ വീഴുന്നത് കാലാണ്. ഈച്ചകൾ അവന്റെ മേൽ ചുറ്റിത്തിരിയുന്നത് കണ്ട് അയാൾ ഞെട്ടിപ്പോയി. പ്രത്യക്ഷത്തിൽ അവനിവിടെ കുറച്ചുനാളായി. സഹോദരങ്ങൾക്ക് പരസ്പരം കണ്ടെത്താനോ പുറത്തുകിടക്കാനോ കഴിയാതെ മണിക്കൂറുകൾ കടന്നുപോകുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അവർ പുൽമേട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് അവർ സമ്മതിക്കുന്നു. ബെക്കി വീണ്ടും തന്റെ സഹോദരനെ വിളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ വളരെ ക്ഷീണിതയായി. അതിനാൽ കാൽ അവളെ ആദ്യം കണ്ടെത്തുന്നതുവരെ കാത്തിരിക്കാൻ അവൾ ഇരിക്കുന്നു. പെട്ടെന്ന് പുല്ലുകൾക്കിടയിൽ ഒരു വിചിത്ര രൂപം പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ അത് റോസ് എന്ന ഒരു മനുഷ്യനാണെന്ന് മാറുന്നു. അയാൾ അവളെ വയലിൽ നിന്ന് പുറത്തെടുക്കാൻ സഹായം വാഗ്ദാനം ചെയ്യുന്നു. ഒരു വഴി കണ്ടെത്തിയെന്നും എന്നാൽ ഇതുവരെ പോയിട്ടില്ലെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. കാരണം സഹോദരങ്ങൾ നേരത്തെ കേട്ട ഭാര്യയെയും മകനെയും തിരയുകയാണ്. ബെക്കിക്ക് അവനെ ഭയമാണ്. പക്ഷേ അവൾക്ക് അവന്റെ സഹായം സ്വീകരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. അതിനാൽ അവർ ഒരുമിച്ച് കാലിനെ അന്വേഷിക്കുന്നു. കുറച്ചു സമയം കൂടി കടന്നുപോകുന്നു. കാൽ ബെക്കിയെ നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫലമുണ്ടായില്ല. നിരാശനായി അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോന്ന് അവനെ ഞെട്ടിക്കുന്നു. മുമ്പ് സഹായത്തിനായി വിളിച്ചിരുന്ന ആൺകുട്ടി ടോബിനാണ്. അദ്ദേഹം കാലിനെ ആശ്വസിപ്പിക്കുകയും അവർ മരിച്ചുകഴിഞ്ഞാൽ കാര്യങ്ങൾ കണ്ടെത്തുന്നത് എളുപ്പമാണെന്ന് പറയുകയും ചെയ്യുന്നു. വിചിത്രമായി കാല് ചോദിക്കുന്നു അവരെ വയലിലേക്ക് ആകർഷിച്ചത് ടോബിനാണോ എന്ന്. പക്ഷേ ഒരു മനുഷ്യന് സഹായത്തിനായി വിളിക്കുന്നത് കേട്ടതിനാലാണ് താനും കുടുംബവും അകത്തേക്ക് പോയതെന്ന് ടോബിൻ പറയുന്നു. എത്ര നാളായി അവർ ഇവിടെയുണ്ടെന്ന് തനിക്കറിയില്ല. ടോബിൻ തന്റെ സഹോദരി ഉടൻ മരിക്കുമെന്ന് പറയുന്നു. ബെക്കി തന്റെ സഹോദരിയാണെന്ന് ആൺകുട്ടി എങ്ങനെ അറിയുന്നുവെന്ന് കാല അത്ഭുതപ്പെടുന്നു. പാറ തന്നോട് സത്യം പറഞ്ഞതായി ടോബിൻ മറുപടി നൽകുന്നു. പുല്ലിന്റെ ശബ്ദം എങ്ങനെ കേൾക്കണമെന്ന് പതിപ്പിക്കുന്നത് പാറയാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ടോബിൻ കാലിനെ ബെക്കിയിലേക്ക് നയിക്കുന്നു. അതേസമയം റോസും ബെക്കിയും അവളുടെ കുഞ്ഞിനെക്കുറിച്ച് സംസാരിക്കുന്നു. കുഞ്ഞിന്റെ പിതാവ് അവളോടൊപ്പമില്ലെന്ന് റോസ് ഊഹിക്കുന്നു. അവർ നടക്കുമ്പോൾ ബെക്കി നിലത്ത് മരുന്ന് കുപ്പികളും കത്രികയും കണ്ടെത്തുന്നു. അവർ എങ്ങനെ അവിടെ എത്തിയെന്ന് മനസ്സിലാകുന്നില്ല. അവൾ വീണ്ടും നോക്കുമ്പോൾ റോസ് ഇപ്പോൾ അവിടെയില്ലെന്ന് അവൾ കണ്ടെത്തുന്നു. അവൾ അവനെ വിളിക്കാൻ തുടങ്ങി. ഫലമുണ്ടായില്ല. അതിനാൽ ചുറ്റും നോക്കുമ്പോൾ അവൾ കാലിഫോർണിയയിലേക്ക് വിളിക്കാൻ തുടങ്ങി എന്തെങ്കിലും സൂചനയുണ്ടോ എന്ന്. പെട്ടെന്ന് എന്തോ അവളെ പിടികൂടി പുല്ലിലേക്ക് കൊണ്ടുപോയി. ടോബിനിലേക്ക് തിരികെ വന്നപ്പോൾ പുല്ലില്ലാത്ത ഒരു ചെറിയ പ്രദേശത്തേക്ക് കാലിനെ കൊണ്ടുപോയി. അതിന്റെ നടുവിൽ ഒരു നിഗൂഢമായ ഭീമൻ പാറയുണ്ട്. ടോബിൻ കാലിനെ അത് തൊടാൻ പ്രേരിപ്പിക്കുന്നു. പക്ഷേ കാൽ അടുത്തെത്തുമ്പോൾ ഗോത്രമന്ത്രങ്ങൾ പോലെ തോന്നിക്കുന്ന ഒരു മന്ത്രണം അയാൾ കേൾക്കുന്നു. കാൽ അത് തൊടുന്നതിന് തൊട്ടുമുമ്പ് ബെക്കിയുടെ നിലവിളി കേൾക്കുന്നു. കാൽ ഉടൻ തന്നെ അവളുടെ ശബ്ദം കേട്ട ദിശയിലേക്ക് ഓടുന്നു. ടോബിൻ അവിടെ കയറരുതെന്ന മുന്നറിയിപ്പ് അവഗണിച്ചു. പെട്ടെന്ന് ദിവസം തെളിഞ്ഞ ദിവസമായി മാറുന്നു. പള്ളിയുടെ അതേ റോഡിലെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ഒരു ട്രക്ക് നിർത്തുന്നത് കാണിക്കുന്നു. ഇത് ബെക്കിയുടെ മുൻ ത്രാവിസ് ആണ്. സഹോദരങ്ങളെ അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. ട്രെയിൻ സ്റ്റേഷനിൽ ഒന്നും കണ്ടെത്താത്തതിനാൽ ത്രാവിസ് തന്റെ യാത്ര തുടരുന്നു. ബെക്കിയെയും കാലിന്റെയും കാർ പള്ളിയുടെ അരികിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടെത്തുന്നു. കാറിനുള്ളിൽ നോക്കുമ്പോൾ ആഴ്ചകളായി വാഹനം അവിടെയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന പ്രാണികളും പൊടിയും അയാൾ കാണുന്നു. ത്രാവിസ് അവരുടെ പേരുകൾ വിളിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ പ്രതികരണമൊന്നുമില്ല. പിന്നെ അവൻ പള്ളിയിലേക്ക് കയറി. പക്ഷേ അതും ശൂന്യമാണ്. പുറത്തേക്ക് പോകുമ്പോൾ നിലത്ത് ഒരു പുസ്തകം അയാൾ കണ്ടു. അതെടുത്തപ്പോൾ ബെക്കിയുടെ പേര് കണ്ടു. സഹോദരങ്ങൾ പുൽത്തകിടിയിലേക്ക് പ്രവേശിക്കുന്നത് സംശയിച്ച് ത്രാവിസും അകത്തേക്ക് പോയി പുല്ല് മടക്കി സൂര്യനെ പിന്തുടർന്ന് എങ്ങനെ തിരിച്ചുവരാമെന്ന് മനസ്സിലാക്കുന്നു. നിർഭാഗ്യവശാൽ അവൻ ഓരോ തവണയും ഒരു ചുവട് വെക്കുമ്പോൾ പുല്ല് സ്വയം വിരിയുന്നു. കുറച്ച് ചുവടുകൾ കഴിഞ്ഞപ്പോൾ സൂര്യൻ ശരിയായ സ്ഥലത്തില്ലെന്ന് ട്രാവിസ് മനസ്സിലാക്കുന്നു. പക്ഷേ തന്റെ ആശയക്കുഴപ്പം കണക്കിലെടുക്കാതെ രാത്രിയാകുന്നതുവരെ അവൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ക്ഷീണിതനായതിനാൽ അയാൾ നിലത്ത് കിടന്ന ബെക്കിയുടെ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കുന്നു. പെട്ടെന്ന് ട്രാവിസിനെ ഞെട്ടിക്കുന്ന എന്തോ ഒന്ന് അത് എവിടെ നിന്നോ ഉയർന്നു വരുന്നു. ഉയരമുള്ള പുല്ലിൽ മന്ത്രിക്കലും ചിരിയും കേൾക്കുമ്പോൾ ടോബിൻ ട്രാവിസിന്റെ പേര് വെളിപ്പെടുത്തുന്നു. ബെക്കിയെ അന്വേഷിക്കുകയാണെന്നും അവനെ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നുവെന്നും പറയുന്നു. ട്രാവിസ് തന്നെ പിന്തുടരാൻ മടിക്കുന്നില്ല. പക്ഷേ ബെക്കിയുടെ മൃതദേഹം വയലിന്റെ നടുവിൽ കണ്ടെത്തിയതിൽ അവിശ്വസനീയം അമിതം അസ്വസ്ഥനാകുന്നു. ട്രാവിസ് കരയുമ്പോൾ പുല്ല് ചത്തതായി തോന്നുന്നില്ലെന്ന് ടോബിൻ വിശദീകരിക്കുന്നു. കാരണം അത് കണ്ടെത്താൻ എളുപ്പമാക്കുന്നു. ട്രാവിസ് മുകളിലേക്ക് നോക്കുമ്പോൾ ടോബിൻ കാണുന്നില്ല. പിറ്റേന്ന് രാവിലെ ട്രാവിസ് ഉണർന്ന് ബെക്കിയുടെ മൃതദേഹം തന്റെ അരികിൽ കാണുന്നു. അവൾ അവളുടെ ശരീരത്തിൽ നിന്ന് ഒരു മാല എടുത്ത് വീണ്ടും ചലിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ആരോ പറയുന്നത് കേട്ട് സഹായത്തിനായി വിളിക്കാൻ തുടങ്ങുന്നു. ടോബിൻ മറുപടി നൽകുന്നു. ആൺകുട്ടിക്ക് അവനെ കണ്ടെത്താൻ ട്രാവിസ് വീണ്ടും അവനെ വിളിക്കുന്നു. എന്നിരുന്നാലും പ്രത്യക്ഷപ്പെടുന്ന ടോബിൻ വൃത്തിയുള്ളവനും ആരോഗ്യവാനുമായി കാണപ്പെടുന്നു. അവൻ അവിടെ അവന്റെ അമ്മ നതാലി, അച്ഛൻ റോസ്, നായ ഫ്രെഡി എന്നിവരോടൊപ്പമുണ്ട്. പുൽമേട് ഏതോ തരത്തിലുള്ള സമയചക്രത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഇത് വെളിപ്പെടുത്തുന്നു. പെട്ടെന്ന് ഫ്രെഡി പാടത്തേക്ക് ഓടുന്നു. നതാലിയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ടോബിൻ അവനെ പിന്തുടരുന്നു. ആ നിമിഷം ട്രാവിസ് ടോബിൻ പാടം വിട്ടുപോയെന്ന് മനസ്സിലാക്കി അവനോട് അകത്തേക്ക് വരരുതെന്ന് പറയാൻ ശ്രമിക്കുന്നു. പക്ഷേ വളരെ വൈകി. ആൺകുട്ടി തന്റെ കുടുംബത്തെ അന്വേഷിക്കാൻ വരുന്നു.
ടോബിൻ അടുത്തിരിക്കുന്നതായി നതാലി കേൾക്കുന്നുവെന്ന് കരുതി അവനെ കണ്ടെത്താൻ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു. രാത്രിയാകുമ്പോഴേക്കും റോസ് തന്റെ കുടുംബത്തെ ഒറ്റയ്ക്ക് തിരിയുകയും നിഗൂഢമായ പാറയെ കാണുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ ടോബിൻ സഹായത്തിനായി നിലവിളിക്കുമ്പോൾ ബെക്കിയും കാലും വീണ്ടും കാറുമായി പാടത്തിന് പുറത്താണ്. എന്നിരുന്നാലും ഇത്തവണ ട്രാവിസും വയലിലാണ്. ബെക്കിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ അവളുടെ പേര് വിളിക്കുന്നു. മറുപടി പറയുന്നതിനു മുമ്പ് രണ്ട് സഹോദരങ്ങളും അത് കേട്ട് ഞെട്ടി. ട്രാവിസ് അവരോട് താൻ അവരെ അന്വേഷിച്ചു വന്നതാണെന്ന് പറയുന്നു. ബെക്കിക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. പെട്ടെന്ന് അവർ ടോബിന്റെ ശബ്ദം ബെക്കിയുടെ റൈം ചൊല്ലുന്നത് കേൾക്കുന്നു. ട്രാവിസ് ഒടുവിൽ ആൺകുട്ടിയെ കണ്ടെത്തുന്നതിനായി അത് പിന്തുടരുന്നു. ബെക്കിയും അതേ കാര്യം ചെയ്യുന്നു. ട്രാവിസുമായി വീണ്ടും ഒന്നിക്കുന്നു. ഇത് ആ നിമിഷത്തെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നു. താമസിയാതെ കാലം പ്രത്യക്ഷപ്പെടുന്നു. ട്രാവിസ് അവിടെ ഉണ്ടെന്ന വസ്തുത അദ്ദേഹത്തിന് വ്യക്തമായി ഇഷ്ടപ്പെട്ടില്ല. ആ നിമിഷം സംഘം ഫ്രെഡിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുന്നതിന് ട്രാവിസ് സഹോദരങ്ങളോട് 2 മാസമായി തങ്ങളെ കാണാനില്ലെന്ന് പറയുന്നു. പക്ഷേ അവർ അവനെ വിശ്വസിക്കുന്നില്ല. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ അവർ 2 ദിവസം മുമ്പാണ് പോയത്. പെട്ടെന്ന് ബെക്കിക്ക് ആരോ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുകയും അവർ പോകണമെന്ന് പറയുകയും ചെയ്യുന്നു. അതിനാൽ ട്രാവിസ് ആൺകുട്ടിക്ക് ഒരു വഴി കണ്ടെത്താൻ ടോബിനെ തോളിലേറ്റുന്നു. ഭാഗ്യവശാൽ അയാൾ അകലെ ഒരു കെട്ടിടം കാണുന്നു. അവർ അതിലേക്ക് നടക്കാൻ തുടങ്ങുന്നു. ആരെങ്കിലും അവരെ അന്വേഷിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് കാൾ ട്രാവിസിനോട് അവരെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ട്രാവിസ് ആരോടും പറഞ്ഞില്ല. ആ നിമിഷം ബെക്കിക്ക് വയറ്റിൽ വേദന അനുഭവപ്പെടുന്നു. ഇത് ട്രാവിസിനെ കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കാൻ പ്രേരിപ്പിച്ചു. ഇത് ഒരു പെൺകുട്ടിയാണെന്ന് ബെക്കി അവനോട് പറയുകയും കുഞ്ഞിന്റെ ചലനം അനുഭവിക്കാൻ വയറ്റിൽ തൊടാൻ അനുവദിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഒരു ഫോൺ റിംഗ് ചെയ്യുന്നു. കരയുന്ന ബെക്കിയുടേതുപോലുള്ള ഒരു ശബ്ദത്തിൽ നിന്ന് ഒരു കോൾ ലഭിക്കുമ്പോൾ അവർ ഞെട്ടിപ്പോയി. കാരണം അവർ ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ചെയ്യും. ട്രാവിസിനെ വേദനിപ്പിക്കാൻ അനുവദിക്കരുതെന്ന് അവർ അവരോട് ആവശ്യപ്പെടുന്നു. ഇതെല്ലാം അവിശ്വസനീയമായി തോന്നുന്നു. പുല്ലിലൂടെ ആരോ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അറിയാതെ സംഘം മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചു. കുറച്ച് ചുവടുകൾ കഴിഞ്ഞ് ബെക്കി ചെടിയിൽ വഴുതി വീഴുമ്പോൾ ഒരു കുഞ്ഞിന്റെയും ഉയരമുള്ള പുല്ലിന്റെയും അപരിചിതരായ ആളുകളുടെയും നിഗൂഢമായ ദർശനങ്ങൾ അവൾ കാണുന്നു. ഇത് അവളെ ഭയപ്പെടുത്തുകയും തളർത്തുകയും ചെയ്യുന്നു. കാലും ട്രാവിസും അവളുടെ അടുത്തേക്ക് ഓടുന്നു. പക്ഷേ ആ നിമിഷം റോസ് പ്രത്യക്ഷപ്പെട്ട് അവളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. തനിക്ക് അവരെ പുറത്തേക്ക് നയിക്കാൻ കഴിയുമെന്ന് പറയുന്നു. ട്രാവിസ് അവർ കണ്ട കെട്ടിടത്തെക്കുറിച്ച് അവനോട് പറയുകയും ടോബിനെ വീണ്ടും ഉയർത്തുകയും ചെയ്യുന്നു. പക്ഷേ ഇത്തവണ അയാൾക്ക് കെട്ടിടം കാണാൻ കഴിയില്ല. എല്ലായിടത്തും പുല്ല് മാത്രമേയുള്ളൂ. റോസ് നിഗൂഢമായി പറയുന്നു, അവിടെ കാര്യങ്ങൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. സംഘം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ അവർ വീണ്ടും പാറയിലെത്തുന്നു. ഈ സമയം പാറയിൽ എല്ലായിടത്തും കൊത്തുപണികളുണ്ടെന്ന് അവർ ശ്രദ്ധിക്കുന്നു. എങ്ങനെയോ റോസ് അത് ഒരു ഉയർന്ന അറിവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അത് തൊടുമ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നു. റോസി ഭയപ്പെടുത്തുന്നതായി എല്ലാവരും കരുതുന്നു. കൂടാതെ അറിവ് ലഭിക്കുമെന്ന് പറഞ്ഞ് കാലിനെയും പാറയിൽ തൊടാൻ അവൻ പ്രേരിപ്പിക്കുന്നു. ഇത് സംഭവിക്കുന്നതിനു മുമ്പ് നതാലി പുല്ലിൽ നിന്ന് പുറത്തുവന്ന് അവനെ തടഞ്ഞു നിർത്തി സ്വന്തം ഭർത്താവിനോട് അവരിൽ നിന്ന് അകന്നു നിൽക്കാൻ പറയുന്നു. അവൾ അവനെ ഭയന്നിരിക്കുന്നു. മറ്റുള്ളവരോട് റോസ് കള്ളം പറയുകയാണെന്ന് പറഞ്ഞു. മുമ്പ് ബെക്കിയെയും റോസിനെയും കണ്ടിട്ടുണ്ടെന്നും എന്നാൽ ബെക്കി ജീവിച്ചിരിപ്പില്ലെന്നും റോസ് നതാലിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും വിശദീകരിക്കുന്നു. റോസ് ഇത് നിഷേധിക്കുന്നു. അവർ വാദിക്കുന്നതിനിടയിൽ ബെക്കി വീണ്ടും ദർശനങ്ങൾ കാണുന്നു. എന്നാൽ ഇത്തവണ പുല്ലിൽ റോസിനെ വളരെ അമാനുഷികമായി കാണുന്നതും അവൾ കാണുന്നു. ഭയന്നുപോയ ബെക്കി ട്രാവിസിനോടും കാലിനോടും പോകാൻ പറയുന്നു. നതാലിയെയും ടോബിനെയും അവരോടൊപ്പം കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നു. പക്ഷേ റോസ് ഇപ്പോഴും അവരെ പാറയിൽ തൊടാൻ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ട്രാവിസ് അത് മുറിച്ചു മാറ്റുന്നു. താമസിയാതെ ഒരു തർക്കം ഒരു ശാരീരിക പോരാട്ടമായി മാറുന്നു. പുരുഷന്മാർ പരസ്പരം അടികൂടുമ്പോൾ ബെക്കി കാലിനോട് ട്രാവിസിനെ സഹായിക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ കാൽ വിസമ്മതിക്കുന്നു. അവർ വഴക്കിടുന്നതിനിടയിൽ ട്രാവിസ് പാറയിൽ തൊടണമെന്ന് റോസ് നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ പോരാട്ടത്തിൽ വിജയിക്കാൻ അവനെ കീഴടക്കുന്നു. അടുത്തതായി റോസ് നതാലിയെ ആക്രമിക്കുന്നു. നഗ്നമായ കൈകൾ കൊണ്ട് അവളുടെ തല അടിച്ചപ്പോൾ അയാൾക്ക് അത് നഷ്ടപ്പെട്ടുവെന്ന് കാണിക്കുന്നു. ഗ്രൂപ്പിലെ മറ്റുള്ളവർ റോസിൽ നിന്ന് ഓടിപ്പോയി ഫ്രെഡിയെ കണ്ടെത്തുന്നു. അതിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടത്തിലെത്തുന്നതുവരെ അവർ അവനെ പിന്തുടരാൻ തുടങ്ങുന്നു. അവർ അകത്ത് കയറിക്കഴിഞ്ഞാൽ ട്രാവിസും കാലും ഈ കുഴപ്പത്തിന് പരസ്പരം കുറ്റപ്പെടുത്തുന്നു. ഒരു തർക്കം ആരംഭിക്കുന്നു. ബെക്കിയെ ഉപേക്ഷിച്ചതിന് ട്രാവിസിനെ കാൽ കുറ്റപ്പെടുത്തുന്നു. കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ബെക്കി ആഗ്രഹിക്കുന്നുവെന്ന് ആരോപിച്ച് കാലിന് തന്റെ സഹോദരിയോട് വികൃതി തോന്നുന്നുവെന്ന് ട്രാവിസ് പ്രതികാരം ചെയ്യുന്നു. ഇത് കാലിനൊരു അടിയെറിയാനും വഴക്കുണ്ടാക്കാനും കാരണമായി. ആ നിമിഷം റോസ് ഓടുവെന്ന് വാതിൽ തകർക്കാൻ ശ്രമിക്കുന്നു. സംഘം ഉടൻ തന്നെ മേൽക്കൂരയിലേക്കുള്ള പടികൾ കയറി ചുറ്റും നോക്കുന്നു. അവിടെ അവർ മൈതാനത്തിന് അപ്പുറത്തുള്ള പള്ളി കാണുന്നു. നിർഭാഗ്യവശാൽ അവർക്ക് അതിലേക്ക് എത്താൻ പുല്ലിലൂടെ പോകേണ്ടിവരും. അതിനാൽ അവർ മറ്റൊരു പദ്ധതി തയ്യാറാക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ട്രാവിസ് ഫ്രെഡി ഓതുന്നത് കാണുന്നു. പക്ഷേ പുല്ലിലേക്ക് നടക്കുമ്പോൾ നായ അപ്രത്യക്ഷമാകുന്നു. ഇത് അവരെ പുറത്തേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു ദ്വാരം വലയത്തിലുണ്ടെന്ന് അവരെ ചിന്തിപ്പിക്കുന്നു. കൂടുതൽ സൂചനകൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ മേൽക്കൂരയുടെ അരികിൽ നിന്ന് ട്രാവിസ് വയലിലേക്ക് സൂക്ഷ്മമായി നോക്കുന്നു. അത് അയാൾ വഴുതി വീഴാൻ കാരണമാകുന്നു. കാൽ ശ്രദ്ധിക്കുന്നു. പക്ഷേ അയാൾക്ക് അവനെ രക്ഷിക്കാനൊന്നുമില്ല. ട്രാവിസ് നിലത്തു വീഴുന്നു. ഇതെല്ലാം ടോബിൻ കാണുന്നു. കാൽ ആൺകുട്ടിയെ ശ്രദ്ധിക്കുമ്പോൾ അയാൾ സ്വയം വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. എന്നിരുന്നാലും ആ നിമിഷം റോസ് അടുത്തെത്താൻ തുടങ്ങുന്നു. സംഘം വീണ്ടും ഓടുന്നു. പക്ഷേ ബെക്കി ട്രാവിസിനെക്കുറിച്ച് ചോദിക്കുന്നു. അവനെ കൂടാതെ പോകാൻ വിസമ്മതിക്കുന്നു. കാലിന് ഉത്തരം നൽകാൻ കഴിയാത്തപ്പോൾ ട്രാവിസിനോട് അയാൾ എന്തോ ചെയ്തതായി ബെക്കി സംശയിക്കുന്നു. അവൾ തന്റെ സഹോദരനിൽ നിന്ന് അകന്നു പോകുന്നു. കാല് അവളെ പിന്തുടരാൻ ശ്രമിക്കുന്നു. പക്ഷേ റോസ് പെട്ടെന്ന് അവനെ പിടികൂടുന്നു. ട്രാവിസ് സംഭവത്തെക്കുറിച്ചുള്ള സത്യം തനിക്കറിയാമെന്ന് വെളിപ്പെടുത്തുന്നു. കാല് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ റോസ് അവനെ വിടാതെ നിലത്ത് പിടിച്ചു നിർത്തുന്നു. ജീവനുവേണ്ടി പോരാടുമ്പോൾ ആ നിമിഷം പുൽപ്പാടത്ത് നിരവധി മൃതദേഹങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ട്രാവിസ് ജീവനോടെയുണ്ടെന്ന് തെളിഞ്ഞു. അയാൾ വീണ്ടും ബെക്കിയെ അന്വേഷിക്കാൻ എഴുന്നേറ്റു. അയാൾ അവളുടെ പേരിനായി അലർന്നു. അവള് മറുപടി പറയുന്നു. പക്ഷേ അവർക്ക് പരസ്പരം കാണാൻ കഴിയില്ല. കീഴടങ്ങി അവര് രണ്ടുപേരും പുൽപ്പുറത്ത് കിടന്ന് വീണ്ടും തങ്ങളുടെ കുട്ടിയെക്കുറിച്ച് സംസാരിക്കുന്നു. അതിനാൽ കുഞ്ഞിനെ സൂക്ഷിക്കാനുള്ള ബെക്കിയുടെ തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്ന് ട്രാവിസ് പറയുന്നു. എന്നാൽ കുട്ടിയെ താന് സൂക്ഷിക്കാൻ പോകുന്നില്ലെന്നും അതുകൊണ്ടാണ് അവർ സാന ഡീഗോയിലേക്ക് പോകുന്നതെന്നും ബെക്കി സമ്മതിക്കുന്നു. കുട്ടിയെ ആഗ്രഹിക്കുന്ന ഒരു കുടുംബം അവിടെ ഉണ്ടായിരുന്നു. അസ്വസ്ഥയായ ട്രാവിസ് ഒരു വഴി കണ്ടെത്തുമെന്ന് സത്യം ചെയ്യുന്നു. പെട്ടെന്ന് റോസ് പ്രത്യക്ഷപ്പെടുകയും ബെക്കിയെ ആക്രമിക്കുകയും ചെയ്യുന്നു. പോരാട്ടത്തില് നിലത്ത് കണ്ടെത്തിയ കത്രിക പിടിച്ചെടുക്കാന് ബെക്കിക്ക് കഴിയുന്നു. പക്ഷേ റോസ് പെട്ടെന്ന് അവളെ നിരായുധനാക്കുന്നു. പിന്നെ അവളെ മുതലെടുക്കാൻ വേണ്ടി അവൻ അവളെ മണ്ണിലേക്ക് തള്ളിയിടുന്നു. എന്നാൽ ഇത് ബെക്കിക്ക് കത്രിക വീണ്ടും എടുത്ത് റോസിന്റെ കണ്ണിൽ കുത്താനുള്ള അവസരം നൽകുന്നു.
മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ബെക്കി കഴിയുന്നത്ര വേഗത്തിൽ ഓടി എല്ലാ വശങ്ങളിൽ നിന്നും ഡസൻ കണക്കിന് പുല്ലുകൾ അവളുടെ അടുത്തേക്ക് വരുന്നത് കാണുമ്പോൾ അവൾ പരിഭ്രാന്തയായി. ഈ വിചിത്രജീവികൾ അവളെ പിടിച്ച് പുല്ലിലേക്ക് വലിച്ചിടുന്നു. നിമിഷങ്ങൾക്കു ശേഷം പാറയുടെ മുന്നിലെ ചെളിയിൽ കിടക്കുന്ന ബെക്കിയെ അവൾ കാണുന്നു. അവൾ ഫോൺ പുറത്തെടുത്ത് ഒരു കോൾ ചെയ്യുന്നു. അത് അവർ മുമ്പ് കേട്ടതുപോലെയായി മാറുന്നു. കാലിനെ ട്രാവിസിനെ വേദനിപ്പിക്കാൻ അനുവദിക്കുന്നില്ല. പെട്ടെന്ന് പുല്ലുകൾ തിരികെ വന്ന് ബെക്കിയെ വളഞ്ഞു. അവളുടെ ശരീരം കുഞ്ഞിനെ പ്രസവിക്കാൻ തീരുമാനിച്ചതിനാൽ വേദന കൊണ്ട് അവൾ നിലവിളിക്കുന്നു. വീണ്ടും ദർശനങ്ങൾ വരുന്നു. ഈ ജനനം പാറയിലെ ചിത്രങ്ങളുമായി പൊരുത്തപ്പെടുന്നു. ഒരുപാട് തള്ളലുകൾക്ക് ശേഷം ബെക്കി കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. പക്ഷേ അവൾക്ക് അവളെ കാണാൻ കഴിയില്ല. പെട്ടെന്ന് ഭൂമി കുലുങ്ങി പാറയ്ക്കും അവൾക്കുമിടയിൽ ഒരു വലിയ കുഴിയിലേക്ക് തുറക്കുന്നു. ബെക്കി അരികിൽ നിൽക്കുകയും അകത്തേക്ക് നോക്കുകയും ചെയ്യുന്നു. അവിടെ നിന്ന് പുറത്തുവരാൻ ശ്രമിക്കുന്നതിനിടയിൽ നിരവധി ആളുകൾ ഒരു പഴയ മരത്തിന്റെ ശാഖകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായി അവൾ കാണുന്നു. ബെക്കി നിലവിളിച്ച് പിന്നിലേക്ക് നീങ്ങുന്നു. തുടർന്ന് ക്ഷീണം അവളെ പിടികൂടി അവൾ ബോധം കെട്ടുപോകുന്നു. നിമിഷങ്ങൾക്ക് ശേഷം അവൾ കണ്ണുകൾ തുറന്ന് കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന കാര്യം, അവളെ സമാധാനിപ്പിച്ച് അവൾക്ക് കുറച്ച് വെള്ളം നൽകുമ്പോൾ ഉത്തരം നൽകുന്നത് കാലാണ്. അയാൾ ഒരു കുഞ്ഞിനെ എടുത്ത് അവൾക്ക് കാണിച്ചു കൊടുത്തു. ഇത് ബെക്കിയെ ആശ്വസിപ്പിക്കുന്നു. അവൾ വീണ്ടും കണ്ണുകൾ അടക്കുമ്പോൾ കാൽ അവൾക്ക് ഭക്ഷണം നൽകാൻ തുടങ്ങുന്നു. ബെക്കിക്ക് വളരെ വിശക്കുന്നു. അവൾ എല്ലാം കഴിക്കുന്നു. കാല് പറയുന്നത് അത് പുല്ലും വിത്തുകളുമാണെന്ന്. പക്ഷേ ബെക്കിക്ക് അത് മറ്റെന്തോ പോലെ രുചിക്കുന്നുവെന്ന് കരുതുന്നു. താൻ മനുഷ്യ മാംസം കഴിക്കുകയാണെന്നും കാല് യഥാർത്ഥത്തിൽ റോസ് ആണെന്നും മനസ്സിലാക്കുമ്പോൾ അവൾ പരിഭ്രാന്തിയാകുന്നു. അതേസമയം ട്രാവിസിന് ഗുരുതരമായി പരിക്കേറ്റെങ്കിലും അയാൾ ബെക്കിയെ തിരിയുന്നത് തുടരുന്നു. ഒടുവിൽ അവൾ നിലത്ത് ഒറ്റക്കാണെന്ന് അയാൾ കണ്ടെത്തുന്നു. ബെക്കി കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ട്രാവിസ് അവളുടെ വയറ്റിൽ സ്പർശിക്കുകയും കുഞ്ഞു പോയി എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ദുഃഖത്താൽ കരയുന്നതിനിടയിൽ ടോബിൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് റോസ് എല്ലാവരെയും കൊന്നുവെന്ന് അവനോട് പറയുന്നു. റോസ് ഒരിക്കലും നിർത്താൻ പോകുന്നില്ലെന്നും അവരെ വീണ്ടും വീണ്ടും കൊല്ലുമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ഭയന്നുപോയ ടോബിൻ കരയാൻ തുടങ്ങുന്നു. അതിനാൽ ട്രാവിസ് അവനെ കെട്ടിപ്പിടിച്ച് ആരെയും ഉപദ്രവിക്കാൻ അനുവദിക്കില്ലെന്ന് പറയുന്നു. പിന്നീട് ട്രാവിസ് അലറിവിളിച്ച് റോസിനോട് ചോദിക്കുന്നു തന്നെ കൊല്ലണോ എന്ന്. റോസ് ഉടനെ പുല്ലിൽ നിന്ന് പ്രത്യക്ഷപ്പെടുകയും ട്രാവിസിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. ടോബിന്റെ അപേക്ഷ അവഗണിച്ച് അവനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. റോസ് ട്രാവിസിനെ ഒരു അസ്ഥി കൊണ്ട് ആക്രമിക്കുകയും പരാജയപ്പെടുത്തി വീഴ്ത്തുകയും മകനെ പിന്തുടരുകയും ചെയ്യുന്നു. ടോബിൻ ഓടാൻ ശ്രമിക്കുന്നു. പക്ഷേ റോസ് അവനെ പിടിച്ച് പാറയിൽ തൊടാൻ നിർബന്ധിക്കുന്നു. പെട്ടെന്ന് ബെക്കി എഴുന്നേറ്റ് റോസിനെ പിന്നിൽ നിന്ന് അടിക്കുകയും ചെയ്യുന്നു. ബെക്കി വീണ്ടും വീഴുമ്പോൾ ടോബിൻ വീഴുന്നു. ആ നിമിഷം ട്രാവിസും എഴുന്നേറ്റ് റോസിനെ ആക്രമിക്കുന്നു. അവന്റെ തല പാറയിൽ ഇടിക്കുകയും ഒടുവിൽ കഴുത്തിൽ പുല്ല് കെട്ടി അവനെ കൊല്ലുകയും ചെയ്യുന്നു. പിന്നെ ട്രാവിസ് ബെക്കിയുടെ അടുത്തേക്ക് പോയി അവളെ പിടിച്ചു കരയുന്നു. മറ്റെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ട്രാവിസ് പാറയുടെ അടുത്തേക്ക് വരുന്നു. ടോബിൻ അതിൽ തൊട്ടാൽ പോകാൻ കഴിയില്ലെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ട്രാവിസ് അവനെ അവഗണിക്കുകയും എന്തായാലും അതിൽ തൊടുകയും ചെയ്യുന്നു. ഇത് അദ്ദേഹത്തിന് വിചിത്രമായി തോന്നുന്നു. പെട്ടെന്ന് പാറയിൽ നിന്ന് ഒരു ചുവന്ന വെളിച്ചം ഉയർന്നുവന്ന പാടം മുഴുവൻ വ്യാപിക്കുന്നു. ഏതാണ്ട് പ്രദേശം വൃത്തിയാക്കുന്നതുപോലെ. ട്രാവിസ് ഇപ്പോൾ റോസ് പഴയതുപോലെ ഭയങ്കരനായി കാണപ്പെടുന്നു. ഇത് ടോബിനെ ഭയപ്പെടുത്തുന്നു. ആ കുട്ടി ഓടിപ്പോകാൻ തുടങ്ങുന്നു. പക്ഷേ ട്രാവിസ് അവനെ തടഞ്ഞു. തന്നോടൊപ്പം വരാൻ ആവശ്യപ്പെട്ടു. റോസ് കള്ളം പറഞ്ഞിരുന്നില്ല. പാറ ട്രാവിസിന് പുൽത്തകിടിയെക്കുറിച്ച് അറിവ് നൽകി. പ്രവേശന കവാടത്തിന് സമീപം ടോബിനെ കൊണ്ടുപോയി ബെക്കിയും കാലും വീണ്ടും വയലിലേക്ക് വരാതിരിക്കാൻ മുന്നറിയിപ്പ് നൽകാൻ പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. ഇത് ലൂപ്പ് നശിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്ന് അദ്ദേഹം ടോബിൻ ബെക്കിയുടെ മാല നൽകി അവനെ വയലിൽ നിന്ന് തള്ളിയിടുന്നു. കണ്ണിമ വെട്ടുന്ന സമയത്ത് ടോബിൻ പള്ളിയുടെ അട്ടികയിൽ പ്രത്യക്ഷപ്പെടുന്നു. അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്നു. അവിടെ ബെക്കിയും കാലും റോഡിൽ നിൽക്കുന്നത് അവൻ കാണുന്നു. ആരോ സഹായത്തിനായി വിളിക്കുന്നത് കേട്ടതിനാൽ അവർ വയലിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. പക്ഷേ ടോബിൻ അവരുടെ അടുത്തേക്ക് ഓയിട്ടി അവരെ തടയുന്നു. പുല്ലിൽ നിന്ന് വരുന്നത് അവന്റെ സ്വന്തം ശബ്ദമാണെന്നതിനാൽ ഇത് വളരെ വിചിത്രമായി തോന്നുന്നു. ആശയക്കുഴപ്പത്തിലായ കാൽ പുല്ലിലേക്ക് അടുക്കാൻ തുടങ്ങുന്നു. തന്നെ തടയാനും തന്റെ കഥ തെളിയിക്കാനും ടോബിൻ ബെക്കിയോട് യാചിക്കുന്നു. ട്രാവിസ് തനിക്ക് നൽകിയ മാല അദ്ദേഹം വെളിപ്പെടുത്തുന്നു. സ്വന്തം മാലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ബെക്കി ഞെട്ടിപ്പോയി. ടോബിൻ ട്രാവിസിന്റെ പേര് പറഞ്ഞപ്പോൾ ഒടുവിൽ ബെക്കിക്ക് അവളുടെ സഹോദരനെ തടയാൻ പോയാൽ മതിയായിരുന്നു. പിന്നീട് ബെക്കി കാലിനെ പോകാൻ പ്രേരിപ്പിക്കുന്നു. അവർ ടോബിനെ കാറിൽ കൊണ്ടുപോകുന്നു. എന്നിരുന്നാലും സാൻ ഡീഗോയിലേക്ക് പോകുന്നതിനു പകരം കുഞ്ഞിനെ സൂക്ഷിക്കാൻ തീരുമാനിച്ചതിനാൽ ബെക്കി അവനോട് തിരികെ പോകാൻ ആവശ്യപ്പെടുന്നു. വയലിൽ ട്രാവിസ് ബെക്കിയുടെ വാക്കുകൾ കേൾക്കുകയും ഈ മാറ്റത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവൻ കിടന്നുറങ്ങുകയും പുല്ല് അവനെ മൂടാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് അറിയിപ്പുകൾ ഓണാക്കുന്നത് ഉറപ്പാക്കുക.